ഹലോ ഫ്രണ്ട്സ്, ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വലിയൊരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവും. ഈ പ്രശ്നം ഉള്ളത് കൊണ്ട് മാത്രം ജീവിതത്തിലുള്ള സാധ്യതകൾ ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ട്. അവർ ചിലപ്പോൾ വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കും, മിടുക്കരായിരിക്കും, ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ ഈ ഒരൊറ്റ പ്രശ്നം കൊണ്ട് പല സാധ്യതകളും അവരുടെ ജീവിതത്തിൽ ഇല്ലാതാകാറുണ്ട്. ജീവിതത്തിൽ അവർ വിചാരിക്കുന്ന രീതിയിലുള്ള വിജയം കൈവരിക്കുന്നതിന് ഈ പ്രശ്നം തടസ്സം നിൽക്കാറുണ്ട്. എന്താണെന്നറിയാമോ? വേറൊന്നുമല്ല, സ്റ്റേജ് ഫിയർ. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ഈ കഴിവ് നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കും എന്ന പേരിൽ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ചുള്ളൊരു വീഡിയോ. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, ആളുകളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ളൊരു കഴിവ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കുന്നതിന് പലപ്പോഴും സഹായിക്കും. ആ വീഡിയോ ധാരാളം പേര് കണ്ടിരുന്നു. അത് കണ്ടവരിൽ ചിലർ എന്നോട് പറഞ്ഞു, അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ സ്റ്റേജിലൊന്ന് കയറി കിട്ടണ്ടേ. സ്റ്റേജിലേക്ക് കയറാൻ നേരത്ത് എന്താണെന്നറിയില്ല, വലിയ പ്രശ്നമാണ്. ഞാൻ ആ വീഡിയോയിൽ സ്റ്റേജ് ഫിയറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് അത് പോരാ, സ്റ്റേജ് ഫിയറിനെ കുറിച്ച് മാത്രം ഒരു വീഡിയോ ഇടണം. അപ്പോൾ നമ്മൾ പറയുമല്ലോ, ഒരു പ്രസംഗം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്. അങ്ങനെ തയ്യാറാക്കാനൊന്നും ഒരു പ്രശ്നമില്ല, ആകെപ്പാടെയുള്ള പ്രശ്നം ഈ സ്റ്റേജ് ഫിയറാണ്. അപ്പം ഞാനും കരുതി സ്റ്റേജ് ഫിയറിനെ കുറിച്ച് മാത്രം ഒരു വീഡിയോ ഇടാമെന്ന്. ഈ സ്റ്റേജ് ഫിയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ഫിയർ എന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് പേർക്കുള്ളൊരു പേടി. അമേരിക്കയിൽ നടത്തിയ ഒരു സർവേയിൽ ആളുകളുടെ ഭയത്തിനുള്ള കാരണങ്ങൾ കണ്ടെത്തി. അപ്പോൾ അതിൽ 80% പേരുടെയും ഭയത്തിനുള്ള ഒരു കാരണം ഈ സ്റ്റേജ് ഫിയറാണ്. അപ്പോൾ ഇന്ന് ഈ സ്റ്റേജ് ഫിയർ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നമുക്ക് ചിന്തിക്കാം. 5 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, എന്താണ് ഈ സ്റ്റേജ് ഫിയർ? ഇതിന് എന്തെങ്കിലും ലോജിക് ഉണ്ടോ? നമുക്കൊരു പേടി ഉണ്ടാകുമ്പോൾ ആ പേടിക്ക് എന്തെങ്കിലും ഒരു കാരണം വേണം അല്ലേ? പാമ്പിനെ എനിക്ക് പേടിയാണ്, കാരണം പാമ്പ് കടിച്ചാൽ ഞാൻ മരിച്ചു പോകും. പാമ്പിനെ ഞാൻ ഭയപ്പെടുന്നതിന് ഒരു കാരണമുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു പരിപാടിക്ക് പോയി, നമ്മുടെ സദസ്സിൻ്റെ ഇടയിൽ ഇരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ഫിയർ ഉണ്ടോ? ഒരു ഫിയറും ഇല്ല. ആളുകളുടെ ഇടയിൽ നമ്മളിരിക്കുകയാണ്. അതേസമയം അതേ ഹാളിൽ അതേ ആളുകളുടെ മുമ്പിൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഈ ഭയം എവിടെ നിന്ന് വരുന്നു? ഒരേ സാഹചര്യമല്ലേ, ഒരേ എൻവയൺമെൻ്റ് അല്ലേ? ഞാൻ സദസ്സിലെ ആളുകളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഉണ്ടാകാത്ത എന്ത് ഭീഷണിയാണ് ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് ഉണ്ടാകാൻ പോണത്? ഒന്നുമില്ല. അവിടെ ആകെ സംഭവിക്കുന്നത് എന്താണ്? ഞാൻ സദസ്സിലിരിക്കുമ്പോൾ ഞാൻ വളരെ കംഫർട്ടബിളായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഐ ആം ഇൻ എ കംഫർട്ട് സോൺ. ഞാൻ സ്റ്റേജിലേക്ക് പോകുമ്പോൾ അത് ബ്രേക്ക് ചെയ്ത് ഞാൻ പോകേണ്ടി വരുന്നു. അപ്പോൾ അവിടെ നടക്കുന്നത് അതാണ്. ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമില്ലേ, അത് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നമ്മൾ സ്റ്റേജിലെത്തി ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോഴേക്കും ആ പേടി കുറേ അധികം കുറയാനുള്ള സാധ്യതയുണ്ട്. ആ സെപ്പറേഷൻ സംഭവിക്കുന്ന നിമിഷങ്ങളിലാണ് ആ പേടി കൂടുതലായിട്ട് നമ്മളെ ബാധിക്കുക. അപ്പോൾ സെപ്പറേഷൻ നടന്നു കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് കുറഞ്ഞു വരും. പിന്നെയും നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന പരിപാടിയില്ലേ, അത് സ്റ്റേജിൽ കയറുമ്പോൾ മാത്രമല്ല, നമ്മളൊരു ഗ്രൂപ്പിലൊക്കെ ഇരിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് അഭിപ്രായം പറയുക. ഒരു ക്ലാസ് മുറിയിലാണെങ്കിൽ ടീച്ചർ എനിവൺ എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് അഭിപ്രായം പറയുമ്പോഴൊക്കെ നമ്മൾ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുകയാണ്. ആ സദസ്സിൽ ഇരുന്ന് അഭിപ്രായം പറയാതെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് മൈക്ക് അവിടെ ഉണ്ടെങ്കിൽ മൈക്ക് കയ്യിൽ വാങ്ങി ഒരഭിപ്രായം പറയുമ്പോൾ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കുകയാണ്. അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക. വേറെ ഒരു കാര്യവും അവിടെ സംഭവിക്കുന്നില്ല. നമുക്ക് ത്രെട്ടനിങ് ആയിട്ട്, ശരിക്കും ഒരു ഭീഷണിയായിട്ട് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞ് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്നോ, സ്റ്റേജ് ഫിയറിൻ്റെ അടുത്ത കാരണം നമ്മളെക്കുറിച്ച് ഒരുപാട് കോൺഷ്യസ് ആകുന്നു എന്നുള്ളതാണ്. നമ്മളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നു, അത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു. നമുക്ക് നല്ല പരിഭ്രമമുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുമെന്നാ, എൻ്റെ പരിഭ്രമമൊക്കെ മറ്റുള്ളവർ അറിഞ്ഞാലോ, അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ തവണ പ്രസംഗം പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചിരിക്കാം, പറയാൻ വന്നതൊക്കെ മറന്നുപോയിട്ടുണ്ടാകാം, പിന്നെ ചിലപ്പോൾ ചെറിയ വിറയലൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ഇപ്രാവശ്യവും അത് സംഭവിച്ചാലോ, അത് ആളുകളൊക്കെ കണ്ടാലോ,
ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ നമ്മളെക്കുറിച്ച് കോൺഷ്യസ് ആകുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇതിനെക്കുറിച്ചൊന്നും ഓഡിയൻസിന് അറിയില്ല. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പറ്റിയ ആളാണെന്നോ ഇതൊന്നും ഓഡിയൻസിന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊന്നും ഓഡിയൻസിന് അറിയില്ല. അവർ നമ്മളെ ചിലപ്പോൾ നോക്കിക്കാണുന്നത് നമ്മളെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളായിട്ടായിരിക്കാം. ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ അതിനെ തള്ളിക്കളയുക, ഇതിൽ യാതൊരു കാര്യവുമില്ല. മൂന്നാമത്തെ കാര്യം, ചിലർ ഓഡിയൻസിനെ കുറിച്ചാണ് ഒരുപാട് കോൺഷ്യസ് ആവുക. ഈ ഓഡിയൻസിനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ആളുകളുണ്ടാവും. അയ്യോ അവരെന്ത് വിചാരിക്കുമെന്നാവും. പിന്നെ ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളുണ്ടാവും. അവർക്കൊക്കെ സന്തോഷമാകും ഞാനിങ്ങനെ വിറയ്ക്കുന്നതൊക്കെ കാണുമ്പോൾ, എൻ്റെ നെർവസ്നെസ് കാണുമ്പോൾ അവർക്കൊക്കെ സന്തോഷമാകും. ഈ ചിന്തകൾ നമ്മളെ അസ്വസ്ഥരാക്കും. ഇനി ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരുപാട് പ്രഭാഷണങ്ങളും ട്രെയിനിങ്ങും ഒക്കെ നടത്തുന്ന ആളാണ്. എന്നാലും ഇപ്പം പറഞ്ഞത് എന്നെയും ബാധിക്കാറുണ്ട്. ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് നല്ല പരിചയമുള്ളവരെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ തുടങ്ങും. കാരണം എനിക്കറിയാം, എന്നെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. ആ എക്സ്പെക്റ്റേഷൻ എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റാതെ വന്നാലോ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇപ്പം പറഞ്ഞ ഈ കാര്യങ്ങളിലൊന്നും നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ. എത്ര ശീലിച്ച ആളുകളും എത്ര മിടുക്കനാണെങ്കിലും പലതരത്തിൽ ഈ ചിന്തകൾ എല്ലാവർക്കും കടന്നു വരാവുന്നതാണ്. നമുക്ക് മാത്രമുള്ള പ്രശ്നമല്ല. ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് വിചാരിക്കണ്ട. എല്ലാവർക്കും എപ്പോഴും സ്റ്റേജിൽ കയറുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ചില ചിന്തകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഓർക്കേണ്ടത് ഐ ആം നോട്ട് എലോൺ. നാലാമത്തെ കാര്യം, കണ്ടന്റിൽ ഫോക്കസ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു, ചില ആളുകൾ അവനവനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, മറ്റു ചിലർ ഓഡിയൻസിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കണ്ടന്റിനെ പറ്റി ചിന്തിക്കുക. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസംഗിക്കാൻ പോകുന്നത് എന്താണ്. ഞാൻ സാധാരണ പ്രസംഗമൊക്കെ ഉള്ള ദിവസം രാവിലെ എഴുന്നേറ്റാൽ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് അതാണ്. ഇന്നെനിക്ക് ഒരു പ്രസംഗമുണ്ട്, ആ പ്രസംഗത്തിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ്. അത് മറ്റു ജോലികൾ ചെയ്യുമ്പോഴും ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് വളരെ ഇഫക്റ്റീവാണ് കേട്ടോ. നമ്മൾ വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഓഡിയൻസിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് തന്നെ, എൻ്റെ പാസ്റ്റ് ഫെയിലിയറിനെ കുറിച്ചോ ഒന്നിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. എൻ്റെ മനസ്സിൽ മുഴുവൻ കണ്ടൻ്റാണ്. സ്റ്റേജിൽ നിൽക്കുമ്പോഴും ഞാൻ കണ്ടന്റിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഫിയർ മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങളെയൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. ഞാൻ എന്താണ് പറയാൻ പോകേണ്ടത്, എങ്ങനെയാണ് പറയാൻ പോകേണ്ടത് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി ചിന്തകൾക്ക് അവിടെ സ്ഥാനം ഉണ്ടാവില്ല. അഞ്ചാമത്തെ കാര്യം, അതാണ് സ്റ്റേജ് ഫിയർ മാനേജ് ചെയ്യാനുള്ള ഏറ്റവും സൂപ്പറായിട്ടുള്ള ടെക്നിക്ക്. ഫിയറിൻ്റെ ഒരു കാരണം ആത്മവിശ്വാസക്കുറവാണ്. എനിക്ക് നന്നായിട്ട് എൻ്റെ കാര്യങ്ങൾ സ്റ്റേജിൽ നിന്ന് പറയാൻ സാധിക്കും. ഈ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ പിന്നെ അവിടെ സ്റ്റേജ് ഫിയർ മാനേജ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്താണ്? പ്രാക്ടീസ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഒരു കാര്യത്തിനും എളുപ്പ വഴിയൊന്നുമില്ല കേട്ടോ. ചില ആളുകളിൽ നിന്ന് പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് കൊതിയാവുമല്ലേ, ഇവരെ പോലെയൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. എന്നിട്ട് നമ്മൾ സമാധാനിക്കും, അവർക്ക് പിന്നെ അങ്ങനെ ഒരു നല്ല കഴിവുണ്ട്, എനിക്കിതില്ല. കഴിവുകളിൽ അല്പസ്വല്പം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. പക്ഷേ ഈ പ്രസംഗത്തിൻ്റെ കാര്യത്തിൽ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശയം മറ്റുള്ളവരിലേക്ക് വിനിമയം നടത്തുകയാണ്. ഈ പരിപാടി നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് വല്ലപ്പോഴും ചെയ്യുന്ന കാര്യമൊന്നുമല്ലല്ലോ, സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ആകപ്പാടെയുള്ളൊരു വ്യത്യാസം എൻ്റെ മുമ്പിൽ ഒന്നിനു പകരം കുറേ അധികം ആളുകൾ ഉണ്ടാകാം. സാധാരണ സംസാരിക്കുമ്പോൾ നമുക്ക് വലിയ പ്രാക്ടീസിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഒരു ഗ്രൂപ്പിൻ്റെ മുന്നിൽ നിന്നൊക്കെ സംസാരിക്കുമ്പോൾ, അത്രയും പേരെന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാനത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ അവിടെ പ്രാക്ടീസ് കൂടിയേ മതിയാവും. എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാകണമെങ്കിൽ അതിനെ ഏറ്റവും അധികം എന്നെ സഹായിക്കുന്നതാണ് പ്രാക്ടീസ്. അപ്പം നമ്മൾ ഈ കാണുന്ന ആളുകളില്ലേ, നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളുകൾ, അവരൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവിടെ വരുന്നത്. പക്ഷേ ഈ പ്രാക്ടീസ് നമ്മൾ കാണുന്നില്ല. ഞങ്ങളൊരിക്കൽ ഒരു പ്രസൻറ്റേഷന് പൂനെയിൽ പോയി, ഒരു 10 പേരുള്ള ടീം. അപ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് അസൂയാണ്. നാളെ ഇദ്ദേഹം ഗംഭീരമായിട്ട് പ്രസൻറ്റ് ചെയ്യുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതുപോലെ നമ്മൾ സമാധാനിക്കും, അങ്ങൊരു പിന്നെ അതിലൊക്കെ നല്ല കഴിവുള്ള ആളാണ്, നമുക്കത്രയും കഴിവില്ലല്ലോ. അപ്പോൾ അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയുടെ തൊട്ടടുത്ത മുറിയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ രാത്രി ഞാൻ ഉറങ്ങി ഇടയ്ക്ക് കണ്ണു തുറന്നപ്പോൾ അപ്പുറത്തെ മുറിയിൽ നിന്നൊരു ശബ്ദം, ആരോ പ്രസംഗിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇദ്ദേഹം നാളത്തെ പ്രസൻറ്റേഷന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാണ്. അത് 1ഉം 2ഉം അല്ല, ഒരു 5-8 തവണ തുടർച്ചയായിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു. പിറ്റേ ദിവസം
സ്റ്റേജിൽ കയറി ഗംഭീര പ്രകടനം, എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം വെറുതെ ഒന്നുമല്ല, തലേ ദിവസം എത്രയോ തവണ പ്രാക്ടീസ് ചെയ്തിട്ടാണ് സ്റ്റേജിലേക്ക് കയറിയിരിക്കുന്നത്. ഇത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. അമിതാഭ് ബച്ചനെ കുറിച്ച് ഒരു സംവിധായകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരിക്കലും ഒരു അവാർഡ് നൈറ്റ് നടക്കുന്നതിൻ്റെ തലേ ദിവസം ഈ സംവിധായകൻ ഒരു ഹോട്ടലിൽ താമസിച്ചു. അപ്പോൾ അവാർഡ് നൈറ്റിൽ പങ്കെടുക്കാനുള്ള താരങ്ങളും ഒക്കെ ആ ഹോട്ടലിലുണ്ടായിരുന്നു, അമിതാഭ് ബച്ചനും ഉണ്ടായിരുന്നു. അവരവിടെ എവിടെയൊക്കെ നിന്നിങ്ങനെ പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ ഈ സംവിധായകൻ നോക്കുമ്പോൾ അമിതാഭ് ബച്ചൻ പാട്ടുപാടി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാണ്. ഒരു പാട്ട് ആദ്യം പാടി പ്രാക്ടീസ് ചെയ്തു, അതിനുശേഷം രണ്ടാമതൊരു പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സംവിധായകൻ വിചാരിച്ചു, നാളെ അമിതാഭ് ബച്ചൻ്റെ പെർഫോമൻസ് ഉണ്ടാകും, പാട്ടുപാടും അദ്ദേഹം എന്ന് കരുതി. പിറ്റേ ദിവസം അവാർഡ് നൈറ്റ് ഫംഗ്ഷൻ നടക്കുമ്പോൾ ഒരു സ്റ്റാറിന് അവാർഡ് കൊടുക്കാൻ വേണ്ടി അമിതാഭ് ബച്ചനെ സ്റ്റേജിലേക്ക് വിളിച്ചു. അപ്പോൾ സംവിധായകൻ വിചാരിച്ചു, പാട്ടൊന്നും ഇല്ലല്ലേ. പക്ഷേ അവാർഡ് കൊടുത്തതിന് ശേഷം ഓഡിയൻസിൽ നിന്ന് റിക്വസ്റ്റ് വന്നു, ഒരു പാട്ട് പാടൂ. അപ്പോൾ അമിതാഭ് ബച്ചൻ കൂളായിട്ട് തലേദിവസം പ്രാക്ടീസ് ചെയ്ത പാട്ടങ്ങോട്ട് പാടി. ജനത്തിന് ആവേശമായി, ഗംഭീരമായിട്ട് പ്രാക്ടീസ് ചെയ്ത പാട്ടാണേ പാടിയത്. ജനം വീണ്ടും ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അദ്ദേഹം രണ്ടാമത്തെ പാട്ടും പാടി, ഗംഭീര കയ്യടി. അവരുടെയൊക്കെ കാര്യമൊന്നും ആലോചിച്ച് നോക്കിയേ. ശരിക്കും പാട്ട് പാടുക എന്നുള്ള ഒരു കാര്യത്തിന് പ്രിപ്പയർ ചെയ്യേണ്ട ഒരാവശ്യമില്ല. കാരണം അങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല, അങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നില്ല. പക്ഷേ അങ്ങനെ പോലും ചിന്തിച്ച് പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ അവരുടേതായ കാര്യങ്ങളിൽ എന്തുമാത്രം പ്രാക്ടീസ് നടത്തുന്നുണ്ടാകും അല്ലേ. നമ്മളാണെങ്കിൽ പെർഫോമൻസ് മാത്രം കാണുന്നുള്ളേ, എന്നിട്ട് നമ്മളങ്ങനെ കൺക്ലൂഡ് ചെയ്യും അവർക്കൊക്കെ വലിയ കഴിവാണ്, എനിക്ക് ആ കഴിവില്ലാതായി പോയി എന്നുള്ളത്. പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എൻ്റെ കംഫർട്ട് സോൺ ഞാൻ ബ്രേക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, രാത്രി വളരെ വൈകി പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. രാവിലെ വൈകി എഴുന്നേൽക്കുന്നതും രാത്രി നേരത്തെ കിടന്നുറങ്ങുന്നതും ഒക്കെ എൻ്റെ കംഫർട്ട് സോൺസ് ആണേ. അതൊക്കെ ബ്രേക്ക് ചെയ്താലേ കാര്യം നടക്കൂ. പിന്നെ ഒരു കാര്യമുള്ളത്, പ്രാക്ടീസിന് വേണ്ടി എത്ര നമ്മൾ എഫേർട്ട് ഇട്ടോ അത്രയും എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും, സൂപ്പറായിട്ട്. ഇപ്പോൾ നമ്മൾ 5 കാര്യങ്ങൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം, സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തി. രണ്ടാമത് നമ്മൾ പഠിച്ചത് നമ്മൾ സെൽഫ് കോൺഷ്യസ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. 3, ഓഡിയൻസിനെ കുറിച്ചും അതുപോലെ കോൺഷ്യസ് ആകാതിരിക്കുക. ഓഡിയൻസിനെ കുറിച്ച് കോൺഷ്യസ് ആകാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നെഗറ്റീവായി ബാധിക്കുന്ന തരത്തിൽ ഓഡിയൻസിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. 4, കണ്ടന്റിൽ ഫോക്കസ് ചെയ്യുക. 5, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ചില ആളുകൾക്കെങ്കിലും തോന്നലുണ്ടാവും അല്ലേ, എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പ്രസംഗിക്കാനൊന്നും പോണില്ല. പക്ഷേ ഇതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം കേട്ടോ. ചിലപ്പോൾ ഇങ്ങനൊരു അവസരം കടന്നു വന്ന് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നും വരാം. പെട്ടെന്നൊരു വലിയ മാറ്റം. സ്റ്റേജ് ഫിയർ കൊണ്ട് മാത്രം ആ അവസരം നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സൗകര്യമായിട്ട് പല അവസരങ്ങളും നമ്മുടെ മുമ്പിൽ വരും. എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി മാറി നിൽക്കും. ആവശ്യങ്ങൾ എപ്പോഴാണ് കടന്നു വരുന്നതെന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോൾ നമ്മളുടെ മക്കളുടെ കല്യാണമൊക്കെ ആകുമ്പോൾ ഒരു താങ്ക്സ്, വന്ന എല്ലാവർക്കും ഒരു താങ്ക്സ് സ്റ്റേജിൽ നിന്ന് പറയാൻ പറ്റുക എന്നുള്ളത് നല്ലൊരു കാര്യമല്ലേ. റിട്ടയർമെൻറ്റിന് മറ്റുള്ളവർ നല്ല ചടങ്ങൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നന്നായിട്ടൊരു മറുപടി പ്രസംഗം പറയാൻ സാധിക്കുക. പിന്നെ ചിലരെ കണ്ടിട്ടില്ലേ, അവർക്ക് പല സ്ഥാനമാനങ്ങളോടൊക്കെ താല്പര്യമൊക്കെ ഉണ്ടാവും. ഒരു അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആകണം, സെക്രട്ടറി ആവണം, അല്ലെങ്കിൽ വേറെ ചില ഭാരവാഹിത്വമൊക്കെ ഏറ്റെടുക്കണമെന്നുണ്ടാവും. പക്ഷേ ഈ ഒരൊറ്റ പ്രശ്നം കൊണ്ട്, സ്റ്റേജ് ഫിയർ കൊണ്ട് അവർ പലതും വേണ്ടാന്ന് വെക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. ഇത് നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാവുന്ന ഒരു കാര്യമല്ലേ. 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തുടങ്ങുക എന്നുള്ളതും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്